ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോംസെയർ ടെക് വേൾഡിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് തംബ്നെയിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് നമ്മുടെ വീഡിയോയുടെ തംബ്നെയിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാം. തംബ്നെയിൽ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തംബ്നെയിൽ എങ്ങനെയാണ് ഒരു യൂട്യൂബർക്ക് പ്രധാനപ്പെട്ടതാകുന്നത്? ഒരു യൂട്യൂബർ നിർമ്മിക്കുന്ന വീഡിയോ ചിത്രീകരണം കൊണ്ടും അവതരണ ശൈലി കൊണ്ടും കണ്ടൻറ്റിൻ്റെ വ്യക്തത കൊണ്ടും വളരെ മികച്ചതായിരിക്കാം. എന്നാൽ യൂട്യൂബിൽ വ്യൂസ് വളരെ കുറവായിരിക്കും. അതിനൊരു പ്രധാന കാരണം മിക്ക ആൾക്കാരും തംബ്നെയിൽ ഇടാറില്ല എന്നുള്ളതാണ്. ഒരു യൂട്യൂബർക്ക് തംബ്നെയിൽ ഇടാതെ വീഡിയോ ഇട്ടാൽ ആ വീഡിയോ ആവശ്യമുള്ള പ്രേക്ഷകൻ പോലും അത് കാണാതെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏറ്റവും ആദ്യം നിങ്ങളിലെത്താൻ ബെൽ ബട്ടണും അമർത്തുക. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ നമ്മൾ ഇവിടെ സെർച്ച് ബാറിൽ canva.com എന്നടിക്കുക. canva.com എന്നടിക്കുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ ക്യാൻവയുടെ ഹോം പേജിലോട്ട് പോകും. ഇതിനകത്ത് പ്രത്യേകം ഒരു രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ നേരെ ക്രിയേറ്റ് ഡിസൈൻ എന്നുള്ളതിൽ തന്നെ കൊടുക്കുക. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷനുകൾ നിലവിലുണ്ട്. ഫേസ്ബുക്ക്, നമുക്ക് ഇൻസ്റ്റാഗ്രാം, നമുക്ക് എന്തെങ്കിലും ഫ്ലയർ, ബ്രോഷർ, ഫോട്ടോ കോളേജ്, അങ്ങനെ പലതര ബിസിനസ് കാർഡ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിസൈനാണോ നമുക്ക് വേണ്ടത് അതെല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് ഇന്ന് പരിശോധിക്കുന്നത് യൂട്യൂബ് തംബ്നെയിലാണ് നോക്കുന്നത്. യൂട്യൂബ് തംബ്നെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനിലോട്ട് ഇത് കൺവേർട്ടായി വേറൊരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റൻ്റായിട്ട് ഒരുപാട് ഫോട്ടോകൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളുടെ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് കണ്ടൻറ്റ് എന്താണോ ആ കണ്ടൻറ്റിന് അനുയോജ്യമായിട്ടുള്ള ഫോട്ടോ നമ്മൾ ഇതിനകത്ത് നിന്നും തിരഞ്ഞെടുക്കാം. നമുക്ക് അഥവാ ഇതിനകത്ത് നിന്നും കിട്ടിയില്ല എങ്കിൽ, ഇതിനകത്ത് ഒരുപാട് ഫോട്ടോകളുണ്ട്, ഇതിനകത്ത് നിന്നും കിട്ടിയില്ല എങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് എവിടെന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് നമ്മളുടെ ഫയലിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അത് അപ്ലോഡ് ചെയ്യാൻ ഒരു കുറച്ച് സമയമെടുക്കും. അപ്പോഴൊന്ന് വെയിറ്റ് ചെയ്യണം. അതപ്പോൾ അപ്ലോഡായി. ഇതിപ്പോൾ ആൾറെഡി ഞാൻ ഒരെണ്ണം ചെയ്ത് വെച്ചിരുന്ന ഒരെണ്ണം ഞാൻ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത് അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ മെയിൻ സ്ഥലത്തോട്ട് വരും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്തോട്ട് വരും. ഇതിനെ നമുക്ക് പലതരത്തിലോട്ട് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും എല്ലാം സാധിക്കും. അപ്പോൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇതൊരെണ്ണം കാണിക്കുകയാണ്. ഞാൻ ഇന്നിപ്പോൾ ഒരെണ്ണം ഇങ്ങനെ കാണിക്കുന്നതാ. ഇതിനെ നമ്മൾ മാക്സിമം വലുതാക്കുന്നത് ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒന്ന് വലുതാക്കി കുറച്ച് ക്വാളിറ്റിയുള്ള ഇമേജ് എടുക്കണം. കാര്യം ഇങ്ങനെ വലുതാക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പിക്സൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള ഇമേജ് എടുക്കണം. ഇതിനെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചു. ഈ മൊബൈൽ മാത്രമാണ് എനിക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മൊബൈലിനെ മാത്രം ഇങ്ങോട്ട് വെച്ചു. മറ്റേതിനെ ഇങ്ങോട്ട് നീക്കി വെച്ചു. മറ്റേതിനെ അങ്ങ് ഹൈഡ് ചെയ്തു. ഞാനങ്ങ് ഹൈഡ് ചെയ്തിട്ടു. ഞാനിങ്ങനെ വെച്ചു. എന്നിട്ട് ഇതിൻ്റെ ഒരു ബാക്കിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ സാധിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അതിനകത്ത് അപ്ലൈ ആവും. അപ്ലൈ ആയതിനു ശേഷം നമ്മൾ ഈ ഇമേജിൻ്റെ സൈസിനെ ഒന്നുകൂടെ നമ്മൾ റീസൈസ് ചെയ്യണം. റീസൈസ് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിനകത്ത് എന്ത് കണ്ടൻറ്റാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് യൂട്യൂബിന് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആ വീഡിയോയ്ക്ക് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കണ്ടൻറ്റ് എന്താണോ ആ കണ്ടൻറ്റിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണം, അതിൻ്റെ ഒരു തലക്കെട്ട് ഇവിടെ എഴുതിയിരിക്കണം. അത് എഴുതിയാൽ മാത്രമേ ഈ വീഡിയോ കാണുന്ന ആളിന് നമുക്ക് ഇവിടെ എന്താണ്, ഈ വീഡിയോയ്ക്കകത്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇന്നൊരു KSEBയിൽ ഓൺലൈനായിട്ട് ബില്ല് അടയ്ക്കുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു മൊബൈൽ ഫോണും ആ ഫോണിനകത്തൊരു KSEBൻ്റെ ഒരു ലോഗോയും ഉണ്ട്.
അപ്പം അത് കാണുമ്പോൾ തന്നെ ഒരു പകുതി പിക്ചർ അതിനകത്തുനിന്ന് കിട്ടി. പിന്നെ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് എഴുതുകയാണ്. അപ്പം നമ്മൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ടെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ അമർത്തുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് വേർഡ്സ് ഇതിനകത്ത് കിട്ടും, ഒരുപാട് സ്റ്റൈലുകൾ ഇതിനകത്ത് നിന്ന് കിട്ടും. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റൈൽ തിരഞ്ഞെടുത്തിട്ട് ഇതിനെ നമുക്ക് എടുത്ത് ഈ സൈഡിലായിട്ട് കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ഇതിനകത്ത് കിടക്കുന്ന അതിനെ നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ആദ്യമേ ഒരു എണ്ണം ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് നേരെ അവിടെ കൊണ്ടുവന്ന് അങ്ങ് പേസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നത്. അപ്പം ഞാനതിനെ ഒന്ന് ചെറുതാക്കി ഇതിനകത്ത് നിർത്താൻ നോക്കും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വെച്ചു. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ബട്ടണുകളുണ്ട്. അതിങ്ങനെ പിടിച്ച് അമർത്തിയിട്ട് നമുക്ക് അതിൻ്റെ സൈസിലായിട്ട് നമുക്കിങ്ങനെ മാറ്റാൻ സാധിക്കും. ഇതിനെ നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ സാധിക്കും. നമ്മളെ സൈസ് എത്രയാണോ അതൊക്കെ നോക്കിയിട്ട് മാറ്റാൻ സാധിക്കും. അതുകൂടാതെ നമ്മൾ ഈ ഫോണ്ടിൻ്റെ കളറ് നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറുമായിട്ട് മാച്ച് ആവുന്നതാണോ എന്ന് നോക്കിയിട്ട് ഇതിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. വേറെ കളർ കൊടുക്കാം. എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് വരുന്ന കളറുകൾ നോക്കി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കാര്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുക. അപ്പോൾ അതിൽ നിന്നും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് വൈറ്റ് ആയിരിക്കും നല്ലതാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ നല്ലതായി എനിക്ക് തോന്നിയത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ അലൈൻ ചെയ്ത് വെച്ചു. ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഹെഡിങ് കൂടെ എടുക്കാം. ഒന്നും കൂടെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ പേര് ഒന്ന് നമുക്കിവിടെ കൊടുക്കാം. അത് നമ്മളിപ്പം പേര് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഒന്ന് താഴോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി. ഇതിപ്പോൾ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചാണ് ചെയ്യണത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സൈസ് വലുതാക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ ഇതിപ്പോൾ ഇതിൻ്റെ സൈസ് ഒന്നും കൂടെ വലുതാക്കി കൊടുത്ത് ഞാൻ ഒന്നും കൂടെ വലുതാക്കാം. കുറച്ച് വലുതായിപ്പോയി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ടുവന്നു ഇവിടെ സെൻറ്ററിലങ്ങ് വെച്ചു. ഇതിൻ്റെ ചാനലിൻ്റെ ഒരു പേരാണ്. പെട്ടെന്ന് നമുക്ക് ഈ ഒരു പേജിൽ തന്നെ ഒരുവിധം എല്ലാം നമ്മുടെ ചാനൽ ഏതാണെന്നും ഇതിനകത്തുള്ള കണ്ടൻറ് എന്താണെന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ ആ വീഡിയോ കാണാതെ തന്നെ ആ വീഡിയോൻ്റെ അകത്തുള്ള ഒരു കണ്ടൻറ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ കണ്ടൻറ് ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് എളുപ്പത്തിൽ ക്ലിക്ക് ചെയ്യുകയും ആ വീഡിയോയിലോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കൂടുതൽ വ്യൂസും ഉണ്ടാക്കാൻ സാധിക്കുക. ഇനി നമ്മൾ ഡൗൺലോഡ് ബട്ടൺ കൊടുക്കുക. ഇതിപ്പോൾ ഇത്രയും പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴേ നമ്മൾ നേരെ ഡൗൺലോഡ് ബട്ടൺ കൊടുക്കുക. ഡൗൺലോഡ് എടുക്കുമ്പം ഇതിൽ സജസ്റ്റഡ് ആയിട്ടൊരു PNG ഫോമിലോട്ട് വരും. ഇത് തന്നെ ക്യാൻവ തന്നെ സജസ്റ്റ് ചെയ്യുന്നൊരു ഫോർമാറ്റാണ്. നമുക്ക് വേറെ ഏതെങ്കിലും ഫോർമാറ്റിലോട്ട് മാറ്റണമെങ്കിൽ ഇവിടെ ഫോർമാറ്റ് മാറ്റാൻ സാധിക്കും. JPG ഉണ്ട്, PDF ഉണ്ട്, PDF പ്രിൻ്റ് ഉണ്ട്, വീഡിയോ ഉണ്ട്, GIF ഉണ്ട്. നമ്മളിപ്പോൾ PNG യൂട്യൂബിലേക്ക് PNG തന്നെ ചെയ്തു, ഡൗൺലോഡ് കൊടുത്തു. അപ്പോൾ ആ ഡിസൈൻ അവിടെ പ്രിപ്പയർ ആവുന്നുണ്ട്. ഇതങ്ങ് ക്ലോസ് ചെയ്യുക. ഇവിടെ നമുക്ക് അത് എവിടെയാണ് ഫയൽ എന്ന് പറയണമെങ്കിൽ ഷോ ഇൻ ഫോൾഡർ കൊടുക്കുക. ഷോ ഇൻ ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നേരെ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ട് കൊണ്ടുപോവുക. നമുക്ക് ഇതിന് പ്രത്യേകം ഫോൾഡർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫോൾഡറിലോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഏതിലേക്കാണോ വേണ്ടത് അതിനകത്തോട്ട് നമുക്ക് കൊണ്ടുപോയി തമ്പനെയിലിൻ്റെ സെക്ഷനിലോട്ട് നമുക്ക് കോപ്പി ചെയ്തിടാം. അപ്പം നമ്മളുടെ തമ്പനെയിലൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ തമ്പനെയിൽ നമുക്ക് ഇപ്പം എടുത്ത തമ്പനെയിൽ ഇവിടെ പോയതാ ഇവിടെ ഉണ്ട്. ആ തമ്പനെയിൽ നമുക്കിവിടെ വന്നിട്ടുണ്ട്. ആ തമ്പനെയിൽ നമുക്ക് എളുപ്പത്തിൽ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്താൽ നമുക്ക് നമ്മളുടെ കണ്ടൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി ആ വീഡിയോയിലോട്ട് എത്തിപ്പെടുന്നതാണ്. അപ്പോൾ ഈ തമ്പനെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും എളുപ്പത്തിൽ എത്തുന്നതിന് വേണ്ടി ബെൽ ബട്ടണും അമർത്തുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.